ഓർമ്മിച്ചത്. അതിനുമുമ്പ് എന്നൊന്ന് പരിചയപ്പെടുത്താൻ പേര് സുമി. ഒരു ആലപ്പുഴയ്ക്കും എറണാകുളത്തിനും ഇടയിലുള്ള ഒരു ബോർഡറിൽ ചേർത്തല എന്ന് പറയുന്ന സ്ഥലത്താണ് കമ്പനിയുടെ ITC റാങ്കിൽ നിൽക്കുന്ന ശരൺകുമാർ സാറാണ് ഓപ്പർച്യൂണിറ്റി കൊണ്ടുവന്ന് തന്നത്. പക്ഷേ ഓപ്പർച്യൂണിറ്റി തന്നില്ല. കാര്യം അത്ര തരാനുള്ള ധൈര്യം ആൾക്ക് ഉണ്ടായിരുന്നില്ല. കാര്യം നാട്ടിലെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനി എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ നെഗറ്റിവിറ്റി ഉള്ള ഒരു സ്ഥലമാണ് കേരളം, അല്ലേ? ആ കേരളത്തിൽ നിന്ന് എൻ്റെ അടുത്ത സുഹൃത്താണെങ്കിൽ പോലും അദ്ദേഹം ഓപ്പർച്യൂണിറ്റി തന്നില്ല. പക്ഷെ പ്രോഡക്റ്റ് വന്ന് ഉപയോഗിച്ചു, ഇഷ്ടപ്പെട്ടു, വീണ്ടും ചോദിച്ചിരുന്നു, വില കുറച്ച് കിട്ടുന്നു പറഞ്ഞ അങ്ങനെ അവസരത്തിലേക്ക് കടന്നു വന്നു. അവസരം പറയാനായിട്ട് കടന്നു വന്നത് ഗ്രേറ്റ് ഡയമണ്ട് എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള ഇന്നത്തെ ഡയമണ്ട് എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള അനീഷ് ബാബു സാറാണ്. അന്ന് തന്നെ നടന്നതല്ല, അദ്ദേഹം നടത്തുന്ന തയ്യൽ കടയിലേക്ക് ഒന്ന് കയറ്റാൻ പോലും ഞാൻ നിന്നില്ല എന്ന് മാത്രമല്ല, ഇരിക്കാൻ ഒരു കസേര പോലും കൊടുത്തില്ല. കാര്യം ഈ ശല്യം ഒന്നും പോയാൽ എനിക്കൊരു ചുരിദാർ തയ്ച്ചാൽ 300 രൂപ കിട്ടും. ഇതായിരുന്നു അന്നത്തെ ചിന്തയെങ്കിൽ ഇന്ന് കേരളത്തിനകത്തും പുറത്തും ഇന്ത്യയിൽ എവിടൊക്കെ എത്രയൊക്കെ സംസ്ഥാനങ്ങളുണ്ടോ എന്ന് എനിക്കിപ്പോൾ എണ്ണി തീർക്കാൻ പറ്റാത്ത അത്രയും ലെവലിലേക്ക് ഇൻഡസ്ട്രി സാറിനോടൊരു നല്ല നന്ദിയുണ്ട്. കാരണം ഞാൻ പൂനെ പോയപ്പോൾ ഇതായിരുന്നു അവസ്ഥ. എനിക്ക് ആകെപ്പാടെ മുച്ചേ പാലും ഇത് മാത്രമേ അറിയുള്ളൂ. ഞാൻ അവസാനം എന്തെന്നറിയോ, മലയാളത്തിൽ അങ്ങോട്ട് പറഞ്ഞു 2,10,000 അപ്പൊ കൈയടിച്ചു കൂടി. എനിക്ക് അത്ര മതിയേ. നമുക്ക് പൈസ കിട്ടുന്നത് നമ്മളെ കണ്ടറിയല്ലേ, കണ്ടാ മനസ്സിലാവൂലേ? എന്നൊക്കെ തോന്നണില്ലേ? എനിക്ക് കാശില്ലാത്ത ഒരു മുഖവും കാശില്ലാത്ത മുഖമാണോ? ഇത്ര മാത്രം മതി. ലാംഗ്വേജ് ഒന്നും ഒരു പ്രശ്നമല്ല. പക്ഷെ തുടക്കത്തിൽ സ്ത്രീകളുടേതായ എല്ലാ ചാമല്യങ്ങളും ആശങ്കയോടുകൂടി കടന്നു വന്നു. വീട്ടിൽ ഭയങ്കര എതിർപ്പായിരുന്നു. ഹസ്ബൻഡ് സമ്മതിച്ചില്ല, എന്റെ ഉമ്മി സമ്മതിച്ചില്ല. ഇവര് വഴക്കുറയുന്നത് കേട്ട് അന്ന് CBSE സ്കൂളിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോൾ എന്നോട് ചോദിച്ചു, എന്തിനാ ഈ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കുന്ന ജോലി ചെയ്യുന്ന? എന്റെ സ്കൂളിലെ ആളുകളൊക്കെ മോശം പറയുന്നു എന്ന് പറഞ്ഞെങ്കിൽ ഇന്ന് അത് വിട്ടുപോകാതെ ചെയ്തതുകൊണ്ട് എന്റെ മോൾ MBA കംപ്ലീറ്റ് ചെയ്തതാണ്. അന്ന് പറഞ്ഞവരുടെ കുട്ടികളെല്ലാം തന്നെ ഇന്ന് വിദ്യാഭ്യാസ വായ്പ അടയ്ക്കാനായിട്ട് 10,000-15,000 രൂപ വരുമാനത്തിൽ ജോലി ചെയ്യുമ്പോൾ ഇന്ന് എന്റെ മോൾ ഇവിടെ പറഞ്ഞതുപോലെ നാളെ 2,10,000 വാങ്ങുന്ന ഐഡിയകൾ നോർമലിയാണ്. അതാണ് പവർ ഓഫ് ഫൈനാൻസ്. നമ്മളെ വിമർശിക്കാനും കുറ്റപ്പെടുത്താനും ഒരുപറ്റം ആളുകളുണ്ടാവും. അവരൊന്നും നമ്മുടെ വീട്ടിലേക്ക് അരിയൊന്നും വാങ്ങി തരില്ല. തരോ? നമ്മുടെ കുഞ്ഞിന് സ്കൂൾ ഫീസ് വെച്ചാൽ പറയും കുറച്ചു മുന്നേ ബാങ്കിൽ അടച്ചുപോയി എന്ന് പറയും, പറയാറില്ലേ? പക്ഷേ പൈസ ഇല്ലാത്തതിന് പേര് എന്റെ മാതാപിതാക്കൾ എന്റെ ഫാമിലിയിൽ പല സ്ഥലത്തു നിന്നും മാറി നിൽക്കേണ്ടി വരികയും കാറിൽ കയറാതെ നടന്നു പോകുന്നത് കണ്ട ഒരു ബാല്യമായിരുന്നു എങ്കിൽ എന്റെ മോള് 15 വയസ്സിൽ SSLC എക്സാം എഴുതാൻ പോയത് എന്റെ സ്വന്തം കാറിലാണ്. 12 ലക്ഷം രൂപയുടെ കാറിൽ. സത്യം പറഞ്ഞാൽ അത് STC റാങ്കാണ്. പോകാൻ ഒട്ടും സമയമില്ല. നല്ല വർക്ക് ഉണ്ടെങ്കിൽ പോലും ഞാൻ അവൾ അങ്ങോട്ടും കൊണ്ടാക്കും തിരിച്ചു കൊണ്ടാക്കും വരും. ഇന്ന് പക്ഷേ ഞാൻ 35-ാമത്തെ വയസ്സിലാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ വന്നതുകൊണ്ട് ഡ്രൈവിംഗ് ലൈസൻസ് എടുത്ത് പഠിച്ചതെങ്കിൽ എന്റെ മോള് 18-ാമത്തെ വയസ്സിൽ എല്ലാ കാറും ഓടിക്കുന്ന ലെവലിലേക്ക് മാറ്റാനായിട്ട് സഹായിച്ച ഒരു മഹത്തായ ഓപ്പർച്യൂണിറ്റി. പിന്നെ സാർ വളരെ വളരെ സിമ്പിളായിട്ട് പറഞ്ഞ ഒരു പേരുണ്ട്, ഷീജൻ C നായർ, അല്ലേ സാർ? ഹട്ടി കൺഗ്രാജുലേഷൻ സാർ. കാരണം നമ്മൾ വിട്ട് പോയ ഒരു ഡയമണ്ട് എക്സിക്യൂട്ടീവിന്റെ NTC ആണ് സാർ ഇവിടെ വന്നു നിന്നിട്ട് നിങ്ങളെ ഇവിടെ കൈയടിപ്പിച്ചത്. ഇതാണ് പവർ ഓഫ് ഡൈവേഴ്സിറ്റി. ഇതാണ് നോമിനേഷൻ ഫെസിലിറ്റി എന്ന് പറയുന്നത്. കാരണം യമുന മാഡം 2 പെൺകുട്ടികളുടെ അമ്മയാണ്. 2 കുട്ടികളും ഭാവി ജീവിതത്തിലേക്ക് കടയുന്നതിന് മുമ്പേ തന്നെ ഷീജിൻ സാർ നമ്മളെ വിട്ട് പോയി. അതേപോലെ തന്നെ അശോകൻ സാർ നമ്മളെ വിട്ട് പോയെങ്കിൽ ഇന്ന് ആ 2 എന്താ പറയുക ഭാര്യമാരും ഇന്ന് 50 ലക്ഷത്തിന് മുകളിൽ വരുമാനം ഇൻഡസ്ട്രിയിൽ വാങ്ങുന്നു. ഇത്രയും പറഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച എറണാകുളത്ത് 25-കാരൻ പയ്യൻ വന്ന് കയറി നിന്ന് പറഞ്ഞു, എനിക്ക് ഈ ബിസിനസ് ഇഷ്ടമില്ലായിരുന്നു, പക്ഷെ എന്റെ അച്ഛൻ എന്നെ നോമിനി വെച്ചതുകൊണ്ട് 25-ാമത്തെ വയസ്സിൽ ഞാൻ കമ്പനിയുടെ സ്റ്റേറ്റ് ടീം കോർഡിനേറ്റർ ആണ് സാർ എന്ന് പറയുന്നത് മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ആ മേഖലയിൽ നിങ്ങളുടെ കുടുംബം സക്സസ് ആണ്, അല്ലെങ്കിൽ പൈസ ഇല്ലാത്തതിന്റെ പേരിൽ നിങ്ങളുടെ കുടുംബം എവിടെ നിന്നോ മാറ്റി നിർത്തപ്പെടില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ MI ചെയ്യേണ്ട കാര്യം മലപ്പുറത്ത് ഇരിക്കാൻ പോയിട്ട് നിൽക്കാൻ പോലും സ്ഥലമില്ല സാർ. നിങ്ങളൊന്ന് നല്ലപോലെ